തൃശൂർ കോർപ്പറേഷനിൽ BJP പ്രതിഷേധത്തിന്റെ വാർത്ത വരുന്നുണ്ട്. റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ച അപകടത്തിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിലാണ് BJPയുടെ പ്രതിഷേധം. പ്രതീകാത്മക ബലിതർപ്പണം നടത്തിയാണ് BJP അവിടെ പ്രതിഷേധം നടന്ന. കഴിഞ്ഞ ദിവസം നേരത്തെ കോൺഗ്രസിനൊക്കെ വലിയ പ്രതിഷേധം ഇന്നലെ നമ്മൾ കണ്ടതാണ്. ആ പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടതുമാണ്, പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാവേണ്ടതുമാണ്. സൂരജ് സജി വിവരങ്ങൾ ചെയ്തു. സൂരജ്, എന്തായാലും റോഡിലെ കുഴിയിൽ വീണ് ഒരു ഹതഭാഗ്യന്റെ വിധിയിൽ പ്രതിഷേധിച്ച് പ്രതിഷേധങ്ങൾ തുടരുകയാണല്ലേ? ഹാഷ്മി, തീർച്ചയായും ഇന്നലെയാണ് വിഷ്ണുദത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ റോഡിലെ കുഴി കണ്ട് ആ കുഴിയിൽ വീഴാതിരിക്കുന്നതിനിടയിൽ ബൈക്ക് വെട്ടിക്കുന്നതിനിടയിൽ അപകടത്തിൽപ്പെട്ട് ജീവൻ തന്നെ നഷ്ടമായത്. വിഷ്ണുദത്തിന്റെ അമ്മ ഇപ്പോഴും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇതിനിടയിലാണ് BJP തൃശൂർ കോർപ്പറേഷന് മുന്നിൽ വ്യത്യസ്തമായ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതീകാത്മക ബലിതർപ്പണമാണ് ഇവിടെ BJP നടത്തുന്ന സമരമുറ. അതിൽ ഒരു കൗൺസിലർ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കൗൺസിലർമാർ ചുറ്റുമിരിക്കുന്നു, ബലിതർപ്പണം നടത്തുന്നു. അങ്ങനെ ഒരു പ്രതീകാത്മക സമരത്തിലേക്ക് പോകുന്നു. അതായത് മനുഷ്യരുടെ ജീവന് വില കൽപ്പിക്കാത്ത കോർപ്പറേഷൻ, അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ജീവൻ നഷ്ടപ്പെടുന്നവരെ അനുസ്മരിച്ചുകൊണ്ടാണ് ഒരു സമരം. ഏത് ഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു സമരത്തിലേക്ക് പോയത്? തുടർച്ചയായി ഇവിടെ ഈ ഗട്ടറിൽ ചാടി ആളുകൾ മരിക്കുന്നുണ്ട്. ഇതൊരു ഇന്നലെ ഉണ്ടായത് ഒരു അവസാനത്തെ സംഭവമാണ്. ഇതിനു മുമ്പ് ഒരുപാട് പേർക്ക് പരിക്ക് പറ്റും ചെയ്തിട്ടുണ്ട്. ഈ ഗട്ടറുകളും ഈ ഗർത്തങ്ങളും അതുപോലെ തന്നെ മറ്റേ കുഴികളും എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന് നമ്മൾ മേയർ ശ്രദ്ധയിൽ പലവട്ടം കൗൺസിലറായിക്കോട്ടെ നേരിട്ട് ഞങ്ങൾ കൗൺസിലേഴ്സ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അനാസ്ഥ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക ശ്രദ്ധ കുറവ്, ഈ പുല്ല് വില കൽപ്പിക്കുന്ന ഒരു തീരുമാനം, അതാണ് ഇന്നലെ ആ വിഷ്ണുദത്ത് എന്ന യുവാവിൻ്റെ ജീവൻ നഷ്ടമായത്. ഇതൊരിക്കലും ഇനി ആവർത്തിച്ചുകൂടാ. വില കൽപ്പിക്കാത്തൊരു അല്ലെങ്കിൽ ഒരു തീരെ പ്രതിപക്ഷ കൗൺസിലേഴ്സിൽ പ്രത്യേകിച്ച് BJP കൗൺസിലേഴ്സിന് ഒരു തരത്തിൽ എന്താ പറയുക ഒരു വിലയും കൽപ്പിക്കാത്തൊരു മേയറാണ് തൃശ്ശൂർ ഭരിക്കുന്നത്. അദ്ദേഹത്തോട് ഞാൻ നേരിട്ടും കൗൺസിലിലും പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ന് അദ്ദേഹം ചെയ്തില്ല. അതിലാണ് ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ പറയുക വളരെ ദേഷ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തോട് ഞങ്ങൾക്ക് വളരെ എന്താ പറയുക എതിർപ്പുമുണ്ട്. ഒരു സംശയം വേണ്ട, ഇതൊരു സൂചനാ സമരം മാത്രമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഭാരതീയ ജനതാ പാർട്ടി ഇത് തുടർന്നുകൊണ്ടേയിരിക്കും പ്രതിഷേധ സമരങ്ങൾ. എന്തായാലും ഹാഷ്മി, BJPയെ സംബന്ധിച്ച് BJP പ്രതിഷേധം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു പ്രതീകാത്മക സമരത്തിലേക്കടക്കം BJP കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഈ കോർപ്പറേഷനിലേക്ക് രാവിലെ പ്രതിഷേധ മാർച്ച് നടത്തുകയും ചെയ്തു. അല്പസമയത്തിനകം യുവമോർച്ച പ്രവർത്തകരും കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്നലെ വിഷ്ണുദത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയും ചെയ്യുകയാണ്. ഹാഷ്മി, ഓക്കെ. സൂരജ് സജിയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. റോഡിലെ കുഴിയിലാണ് പ്രതിഷേധം. ഇന്നലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം കണ്ടു. ഇന്നിപ്പോൾ BJPയുടെ പ്രതിഷേധമാണ്. പ്രതിഷേധങ്ങൾ കൂടുതൽ ശക്തമാവേണ്ട വിഷയം തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല.